മാതാപിതാക്കളെ, പ്രിയപ്പെട്ട സമർപ്പിതരെ, പ്രിയപ്പെട്ട കുട്ടികളെ, നാം എല്ലാവരും ഇവിടെ ഒരുമിച്ചുകൂടി നമ്മളുടെ ഇടവകയുടെ ഔദ്യോഗികമായിട്ടുള്ള വിശീത്ത നടത്തുന്ന ദിവസമാണല്ലോ. ഇന്നലെയും ഇന്നുമായിട്ട് ഈ ദേവാലയം കേന്ദ്രമാക്കി ജീവിക്കാനും പ്രവർത്തിക്കാനും പ്രാർത്ഥിക്കാനുമെല്ലാം പ്രത്യേകമായിട്ടുള്ള ഒരു അവസരമാണ് ഈ വിശുദ്ധ ദിനങ്ങൾ. യോഹന്നാൻ മാംദാനായുടെ പേരിലുള്ള ഒരിടവക സമൂഹമാണ് നമ്മളുടേത്. നിരന്തരമായിട്ട് നവീകരിക്കപ്പെടുവാനും വഴികൾ നേരെയാക്കുവാനുമുള്ള വലിയൊരു സന്ദേശമാണല്ലോ മാംദാന ലോകത്തിന് നൽകിയത്. വളഞ്ഞ വഴികളെല്ലാം നേരെയാക്കണം. ഹൃദയത്തിൻ്റെ പരിശുദ്ധി നിരന്തരമായിട്ട് സ്വന്തമാക്കിക്കൊണ്ട് മാനസാന്തരത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ആ ചിന്തകൾ നൽകിക്കൊണ്ട് ഈശോയുടെ സ്വരം കേട്ടപ്പോൾ സ്വയം പിൻവാങ്ങിയ, വളരെ ചെറുപ്പത്തിൽ തന്നെ ശുശ്രൂഷയുടെ നടുമുറിയിൽ വെച്ച് റിട്ടയർ ചെയ്ത ഒരു വ്യക്തിയാണ് യോഹന്നാൻ മാംദാന. ഈശോയുടെ സ്വരം കേട്ട് ഈശോയെയാണ് ജനങ്ങൾ അനുഗമിക്കേണ്ടത് എന്ന് ബോധ്യമായപ്പോൾ സ്വയം പിന്മാറുന്ന മാംദാനയാണ് നമുക്ക് മാതൃകയായിട്ട് ഉള്ളത്. ഇന്നത്തെ സുവിശേഷം നല്ല ഇടയനെക്കുറിച്ചുള്ള ചിന്തയാണ്. ഇടയ ധർമ്മത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വേദപുസ്തക പണ്ഡിതന്മാർ രണ്ട് പ്രതീകങ്ങൾ നൽകാറുണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങൾ ഈ സുവിശേഷ ഭാഗത്തെക്കുറിച്ച് രചിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊക്കെ നമുക്ക് കിട്ടുന്ന രണ്ട് ചിന്തകൾ, ഒന്ന് ആടിനെ തോളിലേറ്റി നടക്കുന്ന ഒരു ഇടയൻ. ഇവിടെ പല പള്ളികളിലും പല സ്ഥാപനങ്ങളിലുമൊക്കെ നല്ല ഇടയൻ്റെ ചിത്രം വയ്ക്കുമ്പോൾ ഒരാടിനെ ഇടയൻ്റെ തോളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വച്ച് മനോഹരമായ ഒരു ചിത്രം, തോളിലേറ്റി നടക്കുന്ന ഇടയൻ. അത് കർത്താവ് നമ്മെ എല്ലാവരെയും ഈശോയുടെ തോളിൽ കയറ്റി നടത്തുന്നു, സംരക്ഷിക്കുന്നു, വളർത്തുന്നു എന്നതിൻ്റെ പ്രതീകമാണ്. രണ്ടാമത്തെ പ്രതീകം, ചെന്നായ്ക്കൾ വന്ന് ഇടയനെ കൊന്നുകളഞ്ഞു. ഇടയൻ മരിച്ച് നിലത്ത് കിടക്കുകയാണ്. ആടുകൾ അതൊന്നും മനസ്സിലാക്കാതെ ശാന്തമായിട്ട് അവിടെ നിന്ന് ഭക്ഷിക്കുന്നു, പുല്ലുമേയുന്നു, വെള്ളം കുടിക്കുന്നു. അതാണ് മറ്റൊരു ചിത്രം. ഇടയൻ കൊല ചെയ്യപ്പെടുകയാണ്. ആടുകൾ മനസ്സിലാക്കാതെ അതിനോട് നിസ്സംഗത പുലർത്തിക്കൊണ്ട് അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നു. ഈ രണ്ട് ചിത്രങ്ങൾ ഇടയധർമ്മത്തോട് ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. സുവിശേഷം നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴെല്ലാം അതിൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാകുകയും ചെയ്യും. ഇസ്രായേൽക്കാർ എല്ലാവരും ആടുകളെ മേയ്ക്കുന്നവരായിരുന്നു. ഭാഗികമായിട്ട് നമുക്കും ആ ഉത്തരവാദിത്വം കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന മിക്ക വീടുകളിലും ഒന്നും രണ്ടും ആടുകളെങ്കിലും കാണും, ഇല്ലേ? ആട്ടിൻകുട്ടിയെ വളർത്തുന്ന വീടുകളില്ലേ? ഉണ്ട്. ഇസ്രായേൽക്കാരെല്ലാവരും ഇടയന്മാരായിരുന്നു. പൂർവ്വപിതാക്കന്മാരുടെ ജോലി ആടുകളെ മേയ്ക്കുക എന്നതായിരുന്നു. വൻപറ്റം ആടുകൾ, ഇപ്പോഴും അവരങ്ങനെയാണ്. ആയിരക്കണക്കിന് ആടുകളെ മേയ്ക്കുന്ന ഒരു ചിത്രമാണ് ഇസ്രായേൽ
ജനത്തിൻ്റെ, പലസ്തീനായിലെ എല്ലാ വീടുകളുടെയും ഒരു ചിത്രം. ആ പശ്ചാത്തലത്തിലാണ് ഈശോ ഈ ഇടയനെക്കുറിച്ചും ആടുകളെക്കുറിച്ചും പറയുന്നത്. നേരം വെളുക്കുമ്പോൾ തന്നെ ഇടയന്മാർ ആടിനെയും കൊണ്ട് പോവുകയാണ്. നല്ല പുൽമേടുകളിൽ പോയി മേഞ്ഞ് അതിന് വെള്ളമൊക്കെ കൊടുത്ത് അത് സന്ധ്യാസമയമാകുമ്പം അതിൻ്റെ ആലകളിലേക്ക് കൊണ്ടുവരും. ഈ ഇടയന്മാരെക്കുറിച്ചും ആട്ടിടയന്മാരെക്കുറിച്ചും രണ്ട് ചിത്രങ്ങൾ സുവിശേഷം നൽകുന്നുണ്ട്. ഒന്ന്, ആടുകൾ സ്വന്തമായിട്ടുള്ള ഉടമസ്ഥതയുള്ള ഇടയന്മാർ. നമ്മുടെ വീട്ടിലും അങ്ങനെയാണല്ലോ. നമ്മുടെ ആട്, കന്നുകാലി, അതിനെയൊക്കെ നമ്മുടെ സ്വന്തമാണ്. നമ്മുടെ വീട്ടിലെ അപ്പനും അമ്മയുമാണ് അതിന് വേണ്ട തീറ്റ കൊടുക്കുന്നത്, അതിന് പുല്ല് തീറ്റാൻ വേണ്ടി അടിച്ചുകൊണ്ട് പോകുന്നത്. ഉടമസ്ഥതയുള്ള ഇടയന്മാർ. രണ്ടാമത്തേത്, ഉടമസ്ഥതയില്ല, കൂലിക്ക് വേണ്ടി. വലിയ പണക്കാരൊക്കെ എങ്ങനെയാണല്ലോ, അവരുടെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കും. അങ്ങനെ ചെയ്യുന്ന ആളിന് ഉടമസ്ഥതയില്ല, കൂലിക്ക് വേണ്ടി, ആ വ്യക്തിക്ക് ജീവിക്കാൻ വേണ്ടി പണിയെടുക്കുകയാണ്. ആ രണ്ട് കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രബോധനം കൂടിയാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്നത്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒരുപാട് ഇറങ്ങുന്നില്ല. സ്വന്തം ഉടമസ്ഥനാണെങ്കിൽ എന്ത് പ്രയാസം വന്നാലും പിടിച്ചു നിൽക്കും. കൂലിക്കാരനാണെങ്കിൽ ചെന്നായ്ക്കൾ ഓടി വരുമ്പോൾ അവർ രക്ഷപ്പെടും. ആട്ടിൻകുഞ്ഞുങ്ങളെ ചെന്നായി വന്നു കൊല്ലും. അതെല്ലാം സുവിശേഷത്തിൽ പലതവണ പറഞ്ഞിട്ടുള്ളതും നമുക്ക് അറിയാവുന്നതുമായ കാര്യമാണ്. ഞാൻ ഒരു വിശദീകരണം തരാൻ ഉദ്ദേശിക്കുന്നത്, ഈ ആട്ടിൻ തൊഴുത്തിലേക്ക് കയറിപ്പോകുന്ന ആ ആടുകൾ പലസ്തീനായുടെ പ്രത്യേക സാഹചര്യത്തിൽ, നമ്മുടെ ഇവിടെയും ഞാൻ കരുതുന്നത്, എൻ്റെ ഓർമ്മയിലുള്ളത് ആടുകളെ വളർത്തുമ്പോൾ അങ്ങനെയാണ്. ഒരിടുങ്ങിയ വാതിൽ, അതിലൂടെ ആട് ചാടി അതിൻ്റെ ആലയിലേക്ക് കിടക്കുകയാണ്. സന്ധ്യയാകുമ്പോൾ തൊഴുത്തിൽ കൊണ്ടുവരുന്നു. ആടുകൾ എടുത്തു ചാടി ഒരിടുങ്ങിയ വാതിലിലൂടെ അതിലേക്ക് പ്രവേശിക്കുന്നു. നേരം വെളുക്കുമ്പോൾ വീണ്ടും ഇടയൻ വന്ന് അതിനെ കൊണ്ടുപോകുന്നു. ഈശോ ഇവിടെ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യം, ഞാൻ ആടുകളുടെ ഇടയൻ മാത്രമല്ല, ഞാനതിൻ്റെ വാതിലും കൂടിയാണ്. ഞാൻ ഈ തൊഴുത്തിൻ്റെ വാതിലാണ്. നമ്മുടെ രൂപതയിൽ 6 വലിയ പള്ളികളുടെ വാതിലുകൾ കരുണയുടെ വാതിലായിട്ട് തുറന്നു. നിങ്ങളെല്ലാവരും എന്നെങ്കിലും ഒരു പള്ളിയുടെ എങ്കിലും അതുപോലെയുള്ളത് വാതിൽ കയറി ഇറങ്ങണം. ഞാൻ ഇടയലേഖനത്തിൽ പറഞ്ഞല്ലോ. അതുപോലെ ഒരിക്കലെങ്കിലും അരമനയിലും എല്ലാവരും വരണം. അരമനയിൽ ഇതുവരെയും വരാത്ത ഒത്തിരി പേര് ഇവിടെയുമുണ്ട്. ഒരിക്കലെങ്കിലും നമ്മളുടെ രൂപതാ കേന്ദ്രം, അരമന, എല്ലാ ആളുകളും നമ്മുടെ രൂപതയിൽപ്പെട്ടത് കാണണം. ഈ വാതില് ഈശോ പറഞ്ഞ്, ഞാനാണ് വാതില്. ഒരിടുങ്ങിയ വാതിലിൽ അതിൻ്റെ ഉടമസ്ഥനായിട്ട്, ഇടയനായിട്ട് മാത്രമല്ല, അതിൻ്റെ വാതിലായിട്ട് കൂടെ ഞാനിരിക്കുകയാണ്. എന്നിലൂടെ അല്ലാതെ ആർക്കും അകത്ത് പ്രവേശിക്കാൻ പറ്റുകയില്ല. അതാണ്, ഈശോയിലൂടെ അല്ലാതെ രക്ഷ പ്രാപിക്കാനായിട്ട്, സ്വർഗത്തിൽ പ്രവേശിക്കാനായിട്ട് നമുക്ക് ആർക്കും സാധ്യമല്ല. പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് ഈ നാളുകളിൽ പറഞ്ഞല്ലോ, ഈ അച്ഛന്മാർക്ക്, മെത്രാന്മാർക്ക് ഒക്കെ വേണ്ട ഒരു ഗുണം, ആളുകളുടെ, ദൈവജനത്തിൻ്റെ ഒരു മണം, അവരുടെ ഒരു ചൂട്, അവരോടുള്ള ഒരു അടുപ്പം, അവരോടുള്ള ഒരു ഇഷ്ടം, അതാണ് വേണ്ടത്. ആടുകളുടെ ഗന്ധം അറിയുന്ന ഇടയൻ, ദൈവജനത്തിൻ്റെ ചൂട്, അതിൻ്റെ അടുപ്പം കൊണ്ട് കാഴ്ചയിലൂടെ, സംസാരത്തിലൂടെ, പെരുമാറ്റത്തിലൂടെയൊക്കെ ജനങ്ങളോട് അടുത്തു നിൽക്കുന്ന ഒരച്ഛൻ, അതാണ് പരിശുദ്ധ പിതാവ് നവീകരണത്തിൻ്റെ ഏറ്റവും വലിയ മാതൃകയായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. ഇന്നത്തെ തിരുവചനത്തിൽ ഈശോ നമ്മളോട് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നതും അതാണ്, ഞാനാണ് വാതില്. ഇനി ഇടയന്മാരുടെ പ്രത്യേകത, ഇവിടെയും നല്ലതുപോലെ കന്നുകാലികളെയും ആടുകളെയും ഒക്കെ വളർത്തുന്ന വ്യക്തികളുടെ സവിശേഷത അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഈ ആടുകളെല്ലാം കിടന്നുറങ്ങി എഴുന്നേറ്റ് രാവിലെ വീണ്ടും മേയാനായിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഒരു ആലയത്തിൽ തന്നെ ഒരുപാട് ആടുകളുണ്ട്, അനേകം ഇടയന്മാരുണ്ട്. ഓരോ ഇടയനും ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കും. ആ ശബ്ദം കേൾക്കുമ്പോൾ ഈ ആ ആടുകൾക്കെല്ലാം അതിനെ അറിയാം. അതെല്ലാം തുള്ളിച്ചാടി ആ ഇടയൻ്റെ അല്ലെങ്കിൽ ആ കൃഷിക്കാരൻ്റെ അടുത്തേക്ക് ഓടി വരും. നമ്മളൊരു 40 ഇടയന്മാർ ഒരു 2000 ആടുകളെ മേയ്ക്കുന്നു. 2000 ആടുകളും ഒറ്റ ആലയത്തിനുള്ളിലാണ്. അവരോരോരുത്തരും പുറപ്പെടുവിക്കുന്ന സ്വരം കേട്ട് അതിൻ്റെ അടുത്തേക്ക് ഇതെല്ലാം ഓടി വരികയാണ്. ഒരൊറ്റ ആട് പോലും വഴിയെറ്റിപ്പോയാൽ അവർക്കറിയാം അതിൻ്റെ ഉടമസ്ഥൻ്റെ സ്വരം എന്താണെന്നും എങ്ങനെയാണെന്നും. അഥവാ ഇനി ഏതെങ്കിലും ഒരാട് സ്വരം കേട്ട് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ ഓരോ ആടിനും ആ ഇടയൻ ഓരോ പേരിട്ടിട്ടുണ്ട്. നമ്മുടെ പറമ്പിൽ അങ്ങനെയാണല്ലോ. പണ്ടൊക്കെ 10-50 പ്ലാവ് നമ്മുടെ പറമ്പിലുണ്ടായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ആ ഓരോ പ്ലാവിനും ഓരോ പേരുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യം അറിയാം, കൊച്ചുനാൾ തന്നെ അറിയാം ഇന്ന് വേവിച്ച ചക്ക ഏത് പ്ലാവിൻ്റേതാണ്. അത് കൃത്യം അത് വീട്ടിൽ പറയുമ്പോൾ നമുക്കറിയാം. ഈ ആട്ടിൻകുട്ടികൾക്കും അങ്ങനെയാണ്. ഇടയൻ ഓരോ ഓമനപ്പേര് ഇട്ട് കൊടുക്കും. നമ്മുടെ കാര്യവും അങ്ങനെയാണല്ലോ. നമ്മളെല്ലാവരും നമ്മുടെ മാതാപിതാക്കളുടെ കുട്ടികളാണ്. ആ മാതാപിതാക്കൾ നമ്മളെ ഓമനപ്പേരാണ് വിളിക്കുന്നത്. ഇടയൻ ആടിനെ ഓമനപ്പേര് വിളിക്കുന്നത് പോലെയാണ് നമ്മളുടെ മാതാപിതാക്കൾ നമുക്ക് വീട്ടിൽ വിളിക്കാൻ പേരിട്ടിരിക്കുന്നതും. ആ സ്വരം കേൾക്കുമ്പോൾ നമുക്ക് സുരക്ഷിതത്വവും അല്ലെങ്കിൽ മനസ്സിൽ സന്തോഷവും എല്ലാം ഉണ്ടാകുന്നതും. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏറ്റവും അവസാനത്തെ ഭാഗമാണ്. ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു. ഈശോ പരസ്യജീവിതകാലത്ത് ശ്ലീഹന്മാരോടും പൊതുജനങ്ങളോടുമായിട്ട് ചോദിച്ചു, നിങ്ങൾ എന്ത് കേൾക്കുന്നു? നിങ്ങൾ എന്ത് ശ്രവിക്കുന്നു? ദൈവവചനമാണോ നിങ്ങൾ കേൾക്കുന്നത്? ദൈവത്തെക്കുറിച്ചാണോ സംസാരിക്കുന്നത്? അതോ നിങ്ങൾക്കിഷ്ടമുള്ള മറ്റ് എന്തെങ്കിലും കാര്യങ്ങളാണോ? ആടുകൾ എൻ്റെ സ്വരം കേൾക്കുന്നു, എൻ്റെ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ അവർക്ക് ആ നിത്യജീവൻ്റെ രക്ഷാകരമായ മൂല്യങ്ങൾ തിരിച്ചറിയാനായിട്ട് പറ്റും. 23-ാം ജോൺ മാർപ്പാപ്പായുടെ ഡയറിക്കുറിപ്പിൽ മാർപ്പാപ്പ എഴുതിയിരിക്കുന്ന ഒരു കാര്യം, ഞാൻ കൊച്ചുനാളിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മാർപ്പാപ്പ പറയുകയാണ്, ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ എൻ്റെ അപ്പനും അമ്മയും സുവിശേഷം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ എൻ്റെ അപ്പനും അമ്മയും മണക്കവാസം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് മാർപ്പാപ്പ കുട്ടിയായിരുന്നപ്പോൾ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു അനുഭവം. ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ദൈവവചനം കേട്ട് ഞാൻ അമ്മയുടെ കൂട്ടത്തിൽ കിടന്നുറങ്ങുകയാണ്. അമ്മ വായിച്ച ദൈവവചനമെല്ലാം എനിക്കും അറിയാം. മാർപ്പാപ്പ പറയുന്നതാണ്. ഉണരുമ്പോൾ അപ്പനും അമ്മയും വീണ്ടും ആ മാസത്തെ വിശുദ്ധൻ്റെ മാസവണക്കം പ്രാർത്ഥന നടത്തുകയാണ്. അങ്ങനെ ഞാൻ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ദൈവവചനം കേട്ട് വളർന്ന വ്യക്തിയാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മുടെയൊക്കെ മാതാപിതാക്കൾ നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്പത്ത് അതാണ്. ഇന്നലെ പ്രതിനിധി യോഗം കൂടിയപ്പോൾ മാസ്റ്റർ പറഞ്ഞു, ഇവിടെ 150 കുട്ടികൾ ദൈവവചനം പഠിക്കുന്നുണ്ട്, വേദപാഠം പഠിക്കുന്നുണ്ട്, വിശ്വാസത്തിൽ ആഴപ്പെടുന്നുണ്ട്. വലിയൊരു സമ്പത്താണ്. നമ്മുടെ ഒരു ഇടത്തരം ഇടവകയിൽ 150 കുട്ടികൾ വേദോപദേശ ക്ലാസ്സിൽ ഉണ്ട് എന്നുള്ളത്, ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ടുണ്ട് എന്നത് ഏറ്റവും വലിയ സമ്പത്തായിട്ട് ഞാൻ കരുതുകയാണ്. അത് മാതാപിതാക്കളുടെ പക്കൽ നിന്ന്, മതാധ്യാപകരുടെ പക്കൽ നിന്ന് ഒക്കെ തുടർച്ചയായിട്ട് അവർ ഈ ദൈവവചനം കേൾക്കുന്നവരാണ്. ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പിതാവ് അതിനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, പലപ്പോഴും ഈ ദൈവവചനം കേൾക്കാൻ തടസ്സമായിട്ട് നിൽക്കുന്നത് അച്ഛന്മാരാണ്, മെത്രാന്മാരാണ്. മാർപ്പാപ്പ വളരെ പരസ്യമായിട്ടത് പറഞ്ഞു. ദൈവജനത്തെ
സുവിശേഷത്തിൻ്റെ സ്വരം കേൾപ്പിക്കേണ്ടവര് അച്ഛന്മാരും മെത്രാന്മാരും ദൈവവചനം പഠിക്കാതെ, ദൈവവചനം പ്രസംഗിക്കാതെ ആ അവസരത്തിൽ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദൈവജനത്തിൻ്റെ കാതുകൾ അടച്ച് കളയുകയാണെന്ന് മാർപ്പാപ്പ പറഞ്ഞ കാര്യമാണ്. ഞങ്ങളെക്കുറിച്ച് ദൈവജനത്തോട് ദൈവവചനം പ്രസംഗിക്കണം. അതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുന്നത്. എൻ്റെ സ്വരം എൻ്റെ ആടുകൾ കേൾക്കണം. നമ്മൾ പരിശുദ്ധ കുർബാനയിൽ ഈ ബെയ്മ നിങ്ങൾക്കറിയാം. ഈശോ പരസ്യജീവിതകാലത്ത് പലസ്തീനായിൽ കൂടെ സുവിശേഷം പ്രസംഗിച്ച സ്ഥലത്തിൻ്റെ പ്രതീകമാണ്. ഇസ്രായേലിൽ പലസ്തീനായിൽ ഈശോ ദൈവവചനം പ്രസംഗിച്ചതിൻ്റെ പീഠമാണ് ഈ ബെയ്മ. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് നമ്മൾ വചനം വായിക്കുന്നതും വചനം പ്രഘോഷിക്കുന്നതും. അപ്പോൾ പരിശുദ്ധ പിതാവ് പറഞ്ഞിരിക്കുന്ന ആ കാര്യം ശുശ്രൂഷകൻ്റെ, വൈദികരുടെ, മെത്രാന്മാരുടെയൊക്കെ ക്രൂരത കൊണ്ട്, സ്നേഹക്കുറവ് കൊണ്ട്, വാത്സല്യക്കുറവ് കൊണ്ട് ഒക്കെ ദൈവജനത്തിന് ഈ ദൈവവചനം കേൾക്കാൻ പറ്റാതെ പോകുന്നു. ബെനഡിക്ട് പിതാവും ശക്തമായിട്ട് ഔദ്യോഗിക ജീവിതത്തിൻ്റെ അവസാന കാലത്ത് പറഞ്ഞ ഒരു കാര്യം ഇതാണ്: ഇന്ന് ദൈവവചനമല്ല നമ്മുടെ കുട്ടികൾ കേൾക്കുന്നത്. മാർപ്പാപ്പ പറഞ്ഞു, മാർപ്പാപ്പ വളരെ കടത്തി പറഞ്ഞു, സാത്താൻ്റെ സ്വരമാണ് ഇന്ന് കേൾക്കുന്നത്. ബെനഡിക്ട് പിതാവ് പറഞ്ഞതാണ്, വീടുകളിൽ സാത്താൻ്റെ സ്വരമാണ് കേൾക്കുന്നത്, ദൈവത്തിൻ്റെ ശബ്ദമല്ല, ദൈവത്തിൻ്റെ സ്വരമല്ല. സാത്താൻ്റെ ശബ്ദം ഒരുപാട് തലങ്ങളിൽ കൂടെ വരും. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടത് പറഞ്ഞു തരാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ രാത്രി മുഴുവൻ TV കാണുന്നവർ, രാത്രി മുഴുവൻ റേഡിയോ കേൾക്കുന്നവർ, തിന്മയിലേക്ക് നയിക്കുന്ന പാട്ടുകൾ മാത്രം കേൾക്കുന്നവർ, അതെല്ലാം സാത്താൻ്റെ സ്വരമാണ്. അപ്പോൾ നമ്മളുടെ കുടുംബങ്ങളിൽ നമ്മൾ വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ സ്വരം നമ്മളുടെ കുഞ്ഞുങ്ങൾ കേൾക്കുന്നുണ്ടോ? നമ്മുടെ വീടുകളിൽ നമ്മൾ ആ സ്വരം കേൾപ്പിക്കുന്നുണ്ടോ? അതേക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ നമ്മളൊരു വിസിറ്റ് നടത്തുമ്പോൾ എമ്മാവൂസ് യാത്രയാണെന്ന് വേദശാസ്ത്രികൾ പറയാറുണ്ട്. ഈശോ ആ രണ്ട് വ്യക്തികളുടെ കൂട്ടത്തിൽ കൂടി സംസാരിച്ച് വർത്തമാനം പറഞ്ഞ് ദൈവവചനത്തെക്കുറിച്ച് പറഞ്ഞ് അവരുടെ വീടിനുള്ളിൽ കയറി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് അവർക്കെല്ലാം കാര്യങ്ങളും മനസ്സിലായപ്പോൾ ഈശോ അപ്രത്യക്ഷനായി. ഓരോ വിസിറ്റയും എമ്മാവൂസ് യാത്രയാണ്. നമ്മൾ ഒന്നിച്ച് ഈശോയെക്കുറിച്ച് സംസാരിച്ച് പരിശുദ്ധ കുർബാന അർപ്പിച്ച് നമ്മുടെ പൂർവികർക്ക് വേണ്ടി സെമിത്തേരിയിൽ പോയി പ്രാർത്ഥിച്ച് നമ്മൾ ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് ദൈവത്തെ സ്തുതിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഈ യാത്രയാണ്, എമ്മാവൂസ് യാത്രയാണ്. ദൈവാനുഭവം കിട്ടിയ ഈശോയെ കൂട്ടത്തിൽ കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കുന്നതിൻ്റെ വലിയൊരു അനുഭവമായിട്ട് മാറണം. നമ്മൾ ഈ ഇടവക വിസിറ്റ അത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ യോഹന്നാൻ മാംദാനായുടെ സ്വരം കേട്ട്, ഈശോയുടെ ശബ്ദം കേട്ട് പുതിയ ഒരു ജീവിതത്തിലേക്ക് വരാനുള്ള വലിയൊരു ആഹ്വാനമായിട്ട് നമ്മളിതിനെ തിരിച്ചറിയണം. ഈ വിസിറ്റയ്ക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും വളരെയേറെ ഒരുങ്ങി നല്ലതുപോലെ ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ കഠിനാധ്വാനം ചെയ്തു. പ്രധാനപ്പെട്ട വികാരിയച്ഛനും കമ്മിറ്റിക്കാരും ഗൈക്കാരന്മാരും സിസ്റ്റേഴ്സും ഇടവക മുഴുവനും അതിനു വേണ്ടി ഒരുങ്ങി. പള്ളി നിറഞ്ഞ് കവിഞ്ഞ് ആളുകൾ പരിശുദ്ധ കുർബാനയിൽ ഉണ്ട്. പരിശുദ്ധ കുർബാനയാണ് കരുണയുടെ മുഖം. പരിശുദ്ധ കുർബാനയാണ് സുവിശേഷത്തിൻ്റെ ശബ്ദം. ആ മുഖവും ആ മുഖത്തു നിന്ന് ഈ ശബ്ദവും നമ്മൾ കേൾക്കുന്നുണ്ടോ? പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈശോയുടെ കരുണയും ഈശോയുടെ രക്ഷാകരമായ ആ വചനവും നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ? അതിനുവേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്തതിൻ്റെ അടയാളമായിട്ടാണ് ഇന്ന് നമുക്ക് ഇതുപോലെ ഈ പള്ളി നിറയെ പരിശുദ്ധ കുർബാനയ്ക്ക് ചുറ്റും, അൾത്താരയ്ക്ക് ചുറ്റും ഒരുമിച്ച് കൂടാനായിട്ട് സാധിച്ചത്. കുറേ നാളുകളായിട്ട് നമ്മൾ നോക്കിയിരുന്ന ഒരു കാര്യമായിരുന്നു ഈ
ഇടവകയുടെ വിശീത്ത മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടി പലതവണ ഞാനിവിടെ വരികയും നിങ്ങളോട് സംസാരിക്കുകയും നിങ്ങളെ കാണുകയും എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും ഔദ്യോഗികമായിട്ടുള്ള വിസീറ്റ ഇന്നലെയും ഇന്നുമായിട്ടാണ്. അത് നിങ്ങൾ ബഹുമാനപ്പെട്ട വിയാരിച്ചൻ്റെ നേതൃത്വത്തിൽ നല്ലതുപോലെ ഒരുങ്ങി ഭക്തസംഘടനകൾ ഇന്നലെ അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ആളുകളൊക്കെ അതേക്കുറിച്ച് സംസാരിച്ചു. നമുക്ക് പല സംഘടനകളും എല്ലാ ഇടവകയിലും ഉള്ളത് തുടങ്ങേണ്ടതുണ്ട്, ഉള്ളത് ചിലത് ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. KCC മദ്യവർജന സമിതി തുടങ്ങിയ കാര്യങ്ങൾ നമുക്കിനിയും പുതിയതായിട്ട് രൂപീകരിക്കണം. അത്തരത്തിലൊക്കെ നമ്മൾ കുറേയേറെ കാര്യങ്ങൾ കൂടെ നമ്മളുടെ പൊതുജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഏടാച്ചേരി വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ്. ഞാൻ കൊച്ചച്ഛനായിരുന്ന മുതൽ രാമപുരത്ത് അസ്റ്റേന്റിയായിരുന്ന നാൾ മുതൽ എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ളൊരു സ്ഥലമാണിത്. അന്ന് ഇവിടെ വിശ്രമ ജീവിതം നയിച്ചിരുന്ന വല്യച്ഛനെ കാണാൻ വേണ്ടി രാമപുരത്തുള്ള എടക്കര വല്യച്ഛൻ്റെ കൂടെ ഞാൻ പലതവണ ഇവിടെ വരികയും ദീർഘമണിക്കൂറുകൾ ഈ പള്ളിയിലും പള്ളി മുറിയിലുമെല്ലാം കൊച്ചച്ഛനായിരുന്നപ്പോൾ തന്നെ കഴിച്ചിട്ടുണ്ട്. നമുക്ക് നല്ല ക്രിസ്തീയ പാരമ്പര്യമുള്ള കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ്. വളരെ നല്ല വളക്കൂറുള്ള മണ്ണാണ് ഇവിടുത്തെ വൃക്ഷങ്ങളും ഇതിനകത്തൂടെ യാത്ര ചെയ്യുമ്പോഴെല്ലാം നമുക്കറിയാം കാർഷിക പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. കൃഷിയെ എല്ലാവരും പ്രത്യേകമായിട്ട് കൂടുതലായിട്ട് കരുതൽ എടുക്കണം. കുറേയേറെ അധ്വാനിക്കുന്ന ഒരു ജനവിഭാഗമാണ്. മറ്റ് മതസ്ഥരും കൂടെയുള്ള ഒരു സ്ഥലമാണിത്. ഭൂമിയോട് കൂടുതൽ അടുപ്പം കാണിക്കുന്ന പരിശുദ്ധ പിതാവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മണ്ണിനോട് സംസാരിക്കുന്ന ആളുകളാണ് നമ്മൾ കൃഷി നടത്തുന്നവരാണ്. നല്ലതുപോലെ മുറ്റത്തും പറമ്പിലുമൊക്കെ നല്ല വൃക്ഷങ്ങൾ, ഫലമൂലാദികൾ നൽകുന്ന വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാനായിട്ട് താല്പര്യമുള്ളൊരു വിഭാഗം ആളുകളാണ്. അതെല്ലാം നമ്മൾ പരിഗണനയിലെടുത്ത് നല്ല അധ്വാനത്തിലൂടെ ഈ ഏടാച്ചേരിയുടെ മഹത്വം കാത്തു സൂക്ഷിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കണം. വളരെ സമർത്ഥരായ അച്ഛന്മാരെ നൽകിയ ഒരു പ്രദേശമാണ്. ഇവിടെ 150 കുട്ടികൾ, മിടുക്കന്മാരും മിടുക്കികളും ഇവിടെ ഇപ്പോഴുണ്ട്. നമുക്ക് കൂടുതൽ ആളുകൾ അച്ഛന്മാരാകാനും സമർപ്പിത ജീവിതത്തിലേക്കും ഒക്കെ വരണം. ഇവിടെയുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യവും പ്രവർത്തനവും അവരുടെ മാതൃകയും പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് സമർപ്പിത ജീവിതത്തിലേക്കുള്ള സൂചനകളായിട്ട് നിങ്ങൾ സ്വീകരിക്കണം എന്ന് ഞാൻ കരുതുകയാണ്. നമ്മുടെ അച്ഛന്മാരെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. നമ്മുടെ ഈ ഏടാച്ചേരിയിൽ നിന്നുള്ള അച്ഛന്മാർ, നമ്മുടെ പ്രിയപ്പെട്ടവനായ മലയപ്പറമ്പലച്ഛന് 1 വർഷം മുമ്പ് പ്രതീക്ഷിതമായിട്ട് നമ്മിൽ നിന്ന് കർത്താവിൻ്റെ പക്കലേക്ക് പോയി. അന്ന് നിങ്ങളോട് ഞാൻ വിശദമായിട്ട് അച്ഛനെക്കുറിച്ചും അച്ഛൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുമെല്ലാം സംസാരിച്ചതാണ്. പിന്നീട് നമ്മുടെ രൂപതയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട പള്ളത്തച്ഛനും പ്രിയപ്പെട്ട കരിങ്ങോടക്കലച്ഛനും അവരും വളരെ സമർത്ഥരായ വ്യക്തികളാണ്. പള്ളത്തച്ഛന് റോമിൽ വർഷങ്ങളായിട്ട് റോമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓഫീസിലാണ് അച്ഛന് ശുശ്രൂഷ ചെയ്യുന്നത്. കരിങ്ങോടക്കലച്ഛന് ബ്രസീലിൽ വളരെ സാമർഥ്യത്തോടു കൂടി ജപാലന ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പള്ളിയുടെ തൊട്ട് അടുത്തുള്ള വീട്ടിൽ താമസക്കാരനായ അച്ഛനും റോമിൻ്റെ ഔദ്യോഗിക പത്രം അതിൻ്റെ ചുമതലക്കാരനായിട്ട് ഓഫീസിലാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞത് നമ്മളുടെ ഇവിടെ നിന്ന് ഇപ്പോഴുള്ള നമ്മുടെ അച്ഛന്മാർ, മറ്റ് മിഷണറിമാരും അച്ഛന്മാരുണ്ട്. അവരെല്ലാവരെയും എനിക്ക് അത്ര പരിചയമില്ല. പ്രത്യേകിച്ച് നമ്മുടെ രൂപതയ്ക്ക് വേണ്ടിയുള്ള അച്ഛന്മാർ, പള്ളത്തച്ഛനും കരിങ്ങോടക്കലച്ഛനും അതുപോലെ നമ്മുടെ പള്ളിയുടെ തൊട്ട് അയൽപക്കക്കാരനായ അച്ഛനും അവർ വളരെ വലിയ ശുശ്രൂഷകൾ മറ്റ് രാജ്യങ്ങളിൽ സഭാകേന്ദ്രത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെന്നുകൂടെ നിങ്ങൾ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഈ വിശീത്ത വളരെ വേഗത്തിൽ പുതിയ വ്യാരിച്ചെന്ന് വളരെ വേഗത്തിൽ ഒരുപാട് അധ്വാനിച്ച് വേണ്ട ക്രമീകരണങ്ങളെല്ലാം ചെയ്തതിൻ്റെ ചുക്കാൻ പിടിച്ചത് നമ്മുടെ ഇപ്പോഴത്തെ വ്യാരിച്ചനാണ്, പോളച്ചനാണ്. അച്ഛന്
അനേകം പള്ളികളിൽ ഇതിനോടകം വികാരിത്വം നടത്തുകയും രൂപതയുടെ സ്റ്റേറ്റ് മാനേജരായിട്ട് ശുശ്രൂഷ നടത്തുകയും ഒക്കെ ചെയ്ത് നല്ല പരിചയമുള്ള പരിചയസമ്പന്നനായ ജപാലന ചാതുരിയുള്ള പരിശുദ്ധ പിതാവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അച്ഛൻ്റെ ലാളിത്യവും ദൈവജനത്തോടുള്ള ബന്ധവും എല്ലാം നിങ്ങൾക്ക് കൂടുതൽ ഉന്മേഷത്തിനും ഐശ്വര്യത്തിനും ഇടയാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കുട്ടികൾക്കൊക്കെ അച്ഛൻ നല്ല മാതൃകയാണ്. മുതിർന്നവർക്ക് അച്ഛൻ നല്ലൊരു കൂട്ടുകാരനാണ്. അജപാലനത്തിൻ്റെ വ്യത്യസ്ത മേഖലകൾ, നിർമ്മാണ പ്രവർത്തനങ്ങളും ആത്മീയ പ്രസ്ഥാനങ്ങളുമൊക്കെ നല്ലതുപോലെ അറിയാവുന്ന ഒരു വികാരിയാണ്. ഇതെല്ലാം പരിഗണനയിലെടുത്ത് ഞങ്ങൾ അച്ഛനോട് ചേർന്ന് സഹകരിച്ച് എടാച്ചേരിയുടെ പൗരാണികത്വവും ക്രിസ്തീയ മൂല്യവും മതസൗഹാർദ്ദവും കൂട്ടായ്മയും എല്ലാം ഊട്ടി ഉറപ്പിക്കുവാനുള്ള അവസരമായിട്ട് ഈ വിസിറ്റ് ഞങ്ങൾ താല്പര്യപൂർവ്വം എടുക്കണം. നിങ്ങളതുപോലെ വലിയ ആവേശത്തോടു കൂടിയാണ് സ്വീകരിച്ചത് എന്നെനിക്ക് ഇന്നലെയും ഇന്നുമായിട്ട് നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ പ്രവർത്തനങ്ങളുമെല്ലാം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ദൈവത്തിന് പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയുന്നു. നമുക്ക് യോഹന്നാൻ മാംദാനായോടും വിശുദ്ധ അൽഫോൻസാമ്മയോടും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛനോടും നമുക്ക് മധ്യസ്ഥം പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കും.